ലോകത്തിൻ സ്നേഹം മാറുമേ, യേശുവാണെൻ്റെ സ്നേഹിതൻ. എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവൻ്റെ ജീവനാണവൻ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും, ഉയരത്തിൽ നാഥൻ സന്നിധേ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി പിതാവേ. സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിലെ രക്തത്താൽ ജയം, എൻ്റെ യേശുവിൻ്റെ രക്തത്താൽ ജയം, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ജയം. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നപ്പാ, സ്തുതിക്കുന്നു. ഇറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സുബദ്ധത്തോട് ഉണർത്തിയല്ലോ, ആരോഗ്യത്തിലും സമാധാനത്തിലും എഴുന്നേൽപ്പിച്ചല്ലോ. നന്ദിയപ്പാ, നന്ദി 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 കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കൽ ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവേ. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുക അപ്പാ. രാവിലെ സമയം ഹല്ലേലൂയ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും എല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായി തിരുമുൻപാകെ കടന്നു വരികയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം വരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി കരം പിടിച്ച് നടത്തിയതാ. നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാ ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബജീവിതം, അവരുടെ ജോലി, ഹല്ലേലൂയ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാ. നാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെയിരിക്കണേ. അന്ത്യം വരെയും എൻ്റെ കർത്താവിൻ്റെ ചെറുകടിക്കുള്ളിൽ ഞങ്ങളെ മറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ജയത്തോടെ നടത്തിക്കൊള്ളണം. ശത്രു കാണാതെ സൂക്ഷിക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, സ്വർഗമേ OETയും IELTSും പഠിക്കുന്നവർ, പ്രൊമട്രി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജന്മൻ പഠിക്കുന്നവർ എല്ലാവരെയും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ അനുഗ്രഹങ്ങളെ പകരണമേ, ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. അവരാഗ്രഹിച്ച സ്ഥാനങ്ങളിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്തിക്കണമേ. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ മാനിക്കണം. അവരുടെ പ്രയത്നമൊന്നും നഷ്ടമായിപ്പാൻ സമ്മതിക്കാതെ സ്വർഗം വഴികളെ തുറക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നപ്പ. എൻ്റെ ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണേ. വേണ്ടുന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെയെല്ലാം സൂക്ഷിക്കണമേ. ആരോഗ്യത്തിനും കൃപയിലും അവരെ പരിപാലിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം വളർത്തിത്തരണേ. ബാലപീടിയിൽ നിന്നെല്ലാം വിടുവിക്കണേ. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാക്കി തരണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കും. ഞങ്ങളായിരിക്കും ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. നാഥാ, സ്തോത്രം. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവർ, ദൂരത്തും ചാരത്തുമായിരിക്കുന്നവർ, അനാഥർ, വിധവകൾ, രോഗികൾ, ദുഃഖിതരെ, കഷ്ടമനുഭവിക്കുന്നവരെ എല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. അപ്പൻ്റെ പാദപീഠം കൊണ്ടുവന്നിട്ടുള്ളവരാരും ഹല്ലേലൂയ നിരാശരായി മടങ്ങിയിട്ടില്ലല്ലോ കർത്താവേ. സ്വർഗം മാനിച്ച് സഹായിച്ച് ജയകരമായി നടത്തുവാൻ സർവ്വശക്തനായ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവമായ കർത്താവേ, സ്തോത്രം, സ്തോത്രം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്ന ഭുജനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണം. ദൈവമായ കർത്താവേ,
കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കണമേ. വിവാഹപ്രായം കഴിഞ്ഞ് മക്കളെ സമർപ്പിക്കുന്നവർക്ക് തക്ക തുണയൊരുക്കി മാനിക്കണമേ. അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടുതൽ സുഖപ്രസവം നൽകണമേ. ദൈവമായ കർത്താവെ, ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരെ രൂപാന്തരപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളെ സമർപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവ് ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, നീ അവിടുന്ന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെയും മുമ്പിൽ തലകുനിക്കാൻ അനുവദിക്കാതെ, ആരുടെയും മുമ്പിൽ കൈനീട്ടുവാൻ സമ്മതിക്കാതെ സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ രോഗികളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലവേദനയാൽ ഭാരമുള്ളവർ, ശ്വാസമുട്ടലാൽ ഭാരമുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, അലർജിയുടെ രോഗമുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവർ, ICUലും CCUലും ഡെലിവറി റൂമിലും കിടക്കുന്നവർ, വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ജീവിതങ്ങൾ, ആശുപത്രി കിടക്കയിലായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ കിടക്കയിലായിരിക്കുന്ന മക്കളുണ്ടപ്പാ. കൈകാൽക്ക് ചലനമില്ലാത്ത മക്കളുണ്ട്. കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവേ. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട് കർത്താവേ. എൻ്റെ അപ്പാ, നിൻ്റെ പൊന്നുകരം ചേർന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവർ കുരിശിലെ ഒരു തുള്ളി രക്തം കൊത്തിവെക്കണേ അപ്പാ. പൂർണ്ണ വിടുതലും സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, അങ്ങയുടെ പാദപിടുത്തിൽ കൊണ്ടുവന്നിട്ടുള്ളവരാരും ലജ്ജിതായി പോയിട്ടില്ലല്ലോ. രോഗസൗഖ്യം മക്കളുടെ അവകാശമാകിയാൽ അപ്പായേ, നീ അവിടുത്തെ സൗഖ്യം ഓരോ മക്കൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പോലും സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളത് തിരിച്ചറിഞ്ഞവരാ, ഞങ്ങളത് രുചിച്ചറിഞ്ഞവരാ അപ്പാ. പിന്നെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ രുചിച്ചറിയട്ടെ, തിരിച്ചറിയട്ടെ. മഹത്വമേറിയ സാക്ഷ്യങ്ങളൊക്കെ പറയട്ട് കർത്താവെ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവെ. തൊണ്ടയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. ബ്ലീഡിങ്ങുള്ള ജീവിതമുണ്ട് കർത്താവെ. അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. അപ്പാ, നീ അവിടുന്ന് തൊടണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രോഗി കേൾക്കുന്ന നല്ല വൈദ്യനായ എൻ്റെ അപ്പൻ ആ അണിപ്പഴുതുള്ള കരമെന്ന് തൊട്ടാൽ മതി, ഞങ്ങൾക്ക് വിടുതലുണ്ടല്ലോ കർത്താവെ. പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ പുകഴ്ത്തുന്നു കർത്താവെ. വീണ്ടും ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. അനർത്ഥ സംഭവങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നേർന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളോട് മനസ്സരിയണമേ. ആരോടും പറയാൻ മേലാത്ത സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. കരുണയുടെ കരമൊന്ന് നീട്ടണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി അയക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം കർത്താവേ, സ്തോത്രം. ആമേൻ. ഞങ്ങളെ ഹല്ലേലൂയ. പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സൂക്ഷ്കാന്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്യണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നടക്കണം. കർത്താവിന് വേണ്ടി ഓടുവാൻ എല്ലാ മക്കളെയും അവിടുന്ന് ഉപയോഗിക്കുമാറാകണം. അനേകായിരങ്ങൾ കർത്താവിനെ അറിയുവാൻ ഈ നാളുകളിൽ സഹായിക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാകിയാൽ ആ നാമം ഉയരട്ടെ, ആ നാമം വളരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ മക്കളുടെയും ജീവിതത്തിൽ ദാനമായി കൊടുത്ത് സഹായിക്കണമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നു. ഭവനം നൽകി അനുഗ്രഹിക്കണമേ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കട്ടെ കർത്താവേ. എൻ്റെ സ്വർഗം മാനിക്കണം, അനുഗ്രഹിക്കണം. കൃപയിൽ പൊതുനം സമാധാനത്തിൽ നടത്തണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.